പേജ് 30 ഒന്ന് നോക്കിക്കോളൂ. യൂണിറ്റ് 1 പേജ് 30 അതിൽ മറ്റേ വിതുരാഗമനം എന്നുള്ള പാട്ടാണ്. വിതുരന്റെ വരവ് എന്നർത്ഥം. വിതുരൻ എന്ന് പറഞ്ഞാൽ മഹാഭാരതയില് മഹാഭാരത കഥയില് ധൃതരാഷ്ട്രയുടെ അനിയനാണ്. ധൃതരാഷ്ട്രർ, പാണ്ഡു, വിതുരർ, ഇവർ മൂന്നും ഏട്ടാനിയന്മാരാണ്. ഇത്ര അറിയണ്ട് നമുക്ക്. അപ്പോൾ അതിലെ ഒന്നാമത്തെ ശ്ലോകമാണ് ദ്വാസ്ഥം പ്രാഹ മഹാപ്രാജ്ഞോ ധൃതരാഷ്ട്രോ മഹീപതി വിതുരം ദ്രഷ്ടുമിച്ഛാമി തമിഹ ആനയ മാചരം. അത് ദ്വാസ്ഥൻ എന്ന് പറഞ്ഞാൽ വാതിൽ കാവൽക്കാരൻ. അവിടെയുള്ള ദ്വാസ്ഥം വാതിലിൻ്റെ അടുത്ത് കാവൽ നിൽക്കുന്ന ആളോട് പറഞ്ഞു. പ്രാഹ, നിങ്ങളതിൻ്റെ അന്വയം അതിൻ്റെ അടിയിലുള്ളത് നോക്കി ശ്രദ്ധിച്ചാൽ മതി. ദ്വാസ്ഥനോട് പറഞ്ഞു. ആര്? മഹാപ്രാജ്ഞ, വലിയ അറിവുള്ള ആയിട്ടുള്ള ധൃതരാഷ്ട്രർ. മഹീപതി എന്ന് വെച്ചാൽ ഭൂമിയുടെ പതിയായിട്ടുള്ള രാജാവ് എന്നർത്ഥം. അപ്പോ മഹാപ്രാജ്ഞ ധൃതരാഷ്ട്ര മഹീപതി ദ്വാസ്ഥം പ്രാഹ എന്ന് അവിടെ അന്വയത്ത് കാണാം. പിന്നെയോ വിതുരം ദ്രഷ്ടും ഇച്ഛാമി, ബുദ്ധിമാനായുള്ള അത്യന്തം ബുദ്ധിമാനായിട്ടുള്ള ധൃതരാഷ്ട്രൻ എന്ന് പറഞ്ഞുള്ള രാജാവ് ദ്വാരപാലനോട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അഹം വിതുരനാമാനം അവലോകയിതും അഭിലഷാമി, ഞാൻ വിതുരം ദ്രഷ്ടുമിച്ഛാമി, ഞാൻ വിതുരനെ കാണുവാൻ ആഗ്രഹിക്കുന്നു. തം ഇഹ ആനയ, അദ്ദേഹത്തെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന് പറയാണ്. മാചിരം, വൈകരുത്, വേഗം തന്നെ വിതുരനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്ന് ധൃതരാഷ്ട്രർ പറയാം. അപ്പൊ അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പോ 31 പേജ്. പ്രഹിതോ ധൃതരാഷ്ട്രേണ ദൂത ക്ഷത്താരമബ്രവീത് ഈശ്വരസ്ത്വം മഹാരാജോ മഹാപ്രാജ്ഞ ദിദൃക്ഷതി. നമുക്ക് ആ അന്വയം നോക്കിയിട്ട് തന്നെ ഇതിലേക്ക് അർത്ഥത്തിലേക്ക് പോകുന്നതാണ്. ധൃതരാഷ്ട്രേണ പ്രഹിത ദൂത ക്ഷത്താരം അബ്രവീത്, ധൃതരാഷ്ട്രനാൽ പറഞ്ഞേക്കപ്പെട്ടതായിട്ടുള്ള ആ സന്ദേശവാഹകൻ ദൂതൻ ക്ഷത്താവിനോട് പറഞ്ഞു. ക്ഷത്താവ് എന്ന് പറഞ്ഞാൽ സൂതൻ ആയിട്ടുള്ള അവിടുത്തെ തേരാളിയും എല്ലാം ആയിട്ടുള്ള സൂതവംശത്തിൽപ്പെട്ടുള്ള ആൾ നിർത്തും. സൂതന്മാര് തേരാളികളാണ്. ക്ഷത്താവ്, ശബ്ദം കൊണ്ടാണ് വിതുരനെ പല സ്ഥലത്തും പറയാറുള്ളത്. അപ്പം ക്ഷത്താരം അബ്രവീത്, സൂതനായിട്ടുള്ള വിതുരനോട് പറഞ്ഞു. എന്താണ്? ഹേ മഹാപ്രാജ്ഞ, അല്ലയോ മഹാബുദ്ധിമാനായിട്ടുള്ള വിതുര, ഈശ്വര മഹാരാജ, സ്വാമിയായിട്ടുള്ള മഹാരാജാവത്വം ത്വാം ദിദൃക്ഷതി, അങ്ങേ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത ശ്ലോകത്തിൽ ഏവമുക്തസ്തു വിതുര പ്രാപ്യ രാജനിവേശനം അബ്രവീത് ധൃതരാഷ്ട്രായ ദ്വാസ്ഥം മാം പ്രതിവേദയ. ഏവം ഉക്തഃ വിതുരഃ തു, ഇപ്രകാരം പറയപ്പെട്ട ആ വിതുരരാവട്ടെ രാജനിവേശനം പ്രാപ്യ, രാജാവിന്റെ മുറിയിലേക്ക് വന്നിട്ട്, നിവേശനം എന്ന് പറഞ്ഞാൽ വീട് എന്നർത്ഥം. നിവേശനം, അപ്പൊ അദ്ദേഹത്തിന്റെ രാജാവ് ഇരിക്കുന്ന സ്ഥലത്തേക്ക് നിർത്തം, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിന്റെ അടുത്തേക്ക്, അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് നിർത്തം. പ്രാപ്യ, പ്രാപിച്ചിട്ട്, ദ്വാസ്ഥ മാം ധൃതരാഷ്ട്രായ പ്രതിവേദയ, കാവൽക്കാര, ഞാൻ വന്നു എന്നുള്ളത് എന്നെ ധൃതരാഷ്ട്രനായിക്കൊണ്ട് അറിയിക്കൂ, ഞാൻ വന്നു എന്നുള്ള വിവരം അറിയിക്കൂ എന്ന് അബ്രവീത് പറഞ്ഞു എന്നർത്ഥം. അബ്രവീത് ധൃതരാഷ്ട്രായ ദ്വാസ്ഥ മാം പ്രതിവേദയ, അല്ലയോ ദ്വാസ്ഥ, ഞാൻ വന്നു എന്നുള്ളത് അവിടെ പ്രതിവേദനം ചെയ്താലും അവിടെ അറിയിച്ചാലും എന്ന് പറയാം. വിതുരോയം അനുപ്രാപ്തോ രാജേന്ദ്ര തവ ശാസനാത് ദ്രഷ്ടുമിച്ഛതി തേ പാദോ കിം കരോതു പ്രസാദിമാം. ഈ ദ്വാരപാലകൻ അവിടെ പോയിട്ട് രാജാവിനോട് പറയാണ്. ദ്വാരപാലക രാജാനം കൗരവപതിം നിവേദയതി എന്ന് പറഞ്ഞിട്ട് പറയാണ്. രാജേന്ദ്ര, അല്ലയോ രാജേന്ദ്ര മഹാരാജാവേ, തവ ശാസനാത് അയം വിതുര അനുപ്രാപ്ത, അങ്ങ് പറഞ്ഞതനുസരിച്ച് ഇവിടെ വിതുരൻ വന്ന് ചേർന്നിട്ടുണ്ട്. അനുപ്രാപ്ത, അടുത്ത് വന്ന് ചേർന്നിട്ടുണ്ട്. തോ പാദവും ദ്രഷ്ടും ഇച്ഛതി, അവിടുത്തെ
പാദങ്ങൾ കാണുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കിം കരോതു ഇതി മാം പ്രസാദി, എന്താണ് ചെയ്യേണ്ടത് എന്ന് എന്നോട് നിർദ്ദേശിച്ചാലും എന്ന് പറയാം. അടുത്ത ശ്ലോകത്തിലേക്ക് വരുമ്പം പ്രവേശയ മഹാപ്രജ്ഞം വിദുരം ദീർഘദർശിനം അഹം ഹി വിദുരസ്യാസ്യ നാഗൽപ്പോജാതു ദർശനേ. ഹേ ദ്വാസ്ഥ, അല്ലയോ വാതിൽ കാവൽക്കാരാ, ദീർഘദർശനം മഹാപ്രജ്ഞം വിദുരം പ്രവേശയ, ദീർഘദർശിയും വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ആളും മഹാപ്രജ്ഞനും മഹാബുദ്ധിശാലിയുമായിട്ടുള്ള വിദുരനെ എൻ്റെ അടുത്തേക്ക് പ്രവേശിപ്പിക്കും. കിം അഹം അസ്യ വിദുരസ്യ ദർശനേ ജാതു ന അകൽപഃ അസ്മി. കിം ഹി എന്നാണ്. ഹി അഹം, ഹി എന്ന് പറഞ്ഞാൽ മാത്രമല്ല എന്നും എന്തുകൊണ്ടെന്നാലും ഒക്കെ ഉണ്ട് അർത്ഥമുണ്ട്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടെന്നാൽ എന്ന് പറഞ്ഞാൽ മതി. അഹം അസ്യ വിദുരസ്യ ദർശന, എനിക്ക് ഈ വിദുരനെ കാണുവാൻ വേണ്ടിയിട്ട് ജാതു ന അകൽപഃ അസ്മി. ഇപ്പോ ജാതു എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്നാണ് അർത്ഥം. ന അകൽപഃ അസ്മി, അദ്ദേഹത്തിനെ കാണുന്നതിൽ യാതൊരു കഥാചിത് എന്ന് പറഞ്ഞാൽ ഒരിക്കലും കഥാചിത് ന അസമർത്ഥ അസ്മി, ഒരിക്കലും അസമർത്ഥൻ അല്ലാതില്ല. ജാതും അകൽപഃ, കൽപഹ എന്ന് പറഞ്ഞാൽ അതിന് പറ്റുന്ന ആളെന്ന് അർത്ഥം. അകൽപഹ എന്ന് പറഞ്ഞാൽ പറ്റാത്ത ആള്. അപ്പൊ ഒരിക്കലും അസമർത്ഥൻ അല്ലാതില്ല എന്ന് വെച്ചാൽ രണ്ട് നെഗറ്റീവ് മീനിങ് ഒരുമിച്ച് വരുമ്പം ഞാനിപ്പോൾ അദ്ദേഹത്തിനെ കാണാൻ യാതൊരു വിഷമവുമില്ല, കാണാം എന്നാണ് അർത്ഥം. വിതുരം ദ്രഷ്ടും രാജാ സന്നദ്ധഃ ഏവ ഇതി അർത്ഥഃ. രാജ്ഞോ മനസഃ ചാഞ്ചല്യാതിരേകഃ ഏതേന അഭിവ്യജ്യതേ. ചാഞ്ചല്യാതിരേകം, അതായത് അദ്ദേഹത്തിന്റെ മനസ്സിന് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്, അതുകൊണ്ടാണ് വിതുരനോട് കാണാൻ വേണ്ടി പറഞ്ഞത് എന്നർത്ഥം. അടുത്ത ശ്ലോകമാണെങ്കിൽ പ്രവിശ്യ അന്തഃപുരം ക്ഷത്ര മഹാരാജസ്യ ധീമതഃ നഹിതേ ദർശന ഏകൽപ്പോജാതു രാജാ ബ്രവീദ്ധി മാം. ആറാമത്തെ ശ്ലോകമാണ് തോന്നുന്നു, നോക്കട്ടെ. ക്ഷത്തഃ ധീമത മഹാരാജസ്യ അന്തഃപുരം പ്രവിശ്യ. ക്ഷത്ത, അപ്പൊ അദ്ദേഹത്തിനോട് പറഞ്ഞതാണ് പ്രവിശ്യ അന്തഃപുരം ക്ഷത്ത മഹാരാജസ്യ ധീമതഃ നഹി തേ ദർശനേ അകൽപ്പോജാതു രാജാ ബ്രവീദ്ധി മാം. രാജാവിനോട് പറഞ്ഞു താമസമൊന്നുമില്ല, വേഗം വന്ന് കണ്ടോളൂ എന്നാണ്. ക്ഷത്തഃ ധീമത മഹാരാജസ്യ അന്തഃപുരം പ്രവിശ. അല്ലയോ വിതുര, സൂതനായിട്ടുള്ള വിതുര, ബുദ്ധിമാനായ വിതുര എന്നർത്ഥം. അങ്ങ് മഹാരാജാവായിട്ടുള്ള ധൃതരാഷ്ട്രന്റെ അന്തഃപുരത്തിലേക്ക് പ്രവേശിച്ചോളൂ. തേ ദർശന ജാതു അകൽപഃ നഹി. എന്തുകൊണ്ടെന്നാൽ രാജാവിന് അങ്ങേ കാണുന്നതിൽ യാതൊരു അസമർത്ഥ്യവും, രാജാവ് ഒരിക്കലും അങ്ങേ കാണുന്നതിൽ അസമർത്ഥനല്ലാതില്ല എന്നർത്ഥം. മനസ്സിലായേ? ജാതു അകൽപഃ നഹി, ഒരിക്കലും അകൽപ്പൻ അല്ല. അപ്പം കൽപ്പനാണെന്നർത്ഥം. കാണുന്നതിന് അദ്ദേഹം സമർത്ഥനാണ്, കാണാൻ തയ്യാറാണെന്നർത്ഥം. ഇത് ഈ രാജാ മാം അബ്രവീത്. ഇങ്ങനെ രാജാവ് എന്നോട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് വിതുരരോട് പറയുകയാണ്. അവിടെ ഒരു പദച്ഛേദം രാജാ ബ്രവീദ്ധി, രാജാ അബ്രവീത് ഹി എന്നാണ്. ഹി മാം, രാജാ അബ്രവീത് ഹി എന്നാണ് അവിടെ പദച്ഛേദം വരുന്നത്. ഹി എന്ന് പറഞ്ഞാൽ ആണല്ലോ, അല്ലെങ്കിൽ എന്തുകൊണ്ടെന്നാൽ എന്ന രണ്ട് അർത്ഥങ്ങളാണ് അവിടെ വരിക. നോക്കിക്കോളൂ. തഥ പ്രവിശ്യ വിദുരോ ധൃതരാഷ്ട്ര നിവേശനം അബ്രവീത് പ്രാഞ്ജലിർവാക്യം ചിന്തയാനം നരാധിപം. തതഃ വിദുരഃ, അനന്തരം വിദുരര് ധൃതരാഷ്ട്ര നിവേശനം പ്രവിശ്യ,
ധൃതരാഷ്ട്രന്റെ നിവേശനത്തിലേക്ക് മന്ദിരത്തിലേക്ക് പ്രവേശിച്ചിട്ട് പ്രാഞ്ജലിഹി സൻ തൊഴുതുകൊണ്ട് പ്രാഞ്ജലിഹി സൻ തൊഴുതുകൊണ്ട് ചിന്തയാനം നരാധിപം വാക്യം അബ്രവീത്. ഇങ്ങനെ എന്തോ ചിന്തിച്ചുകൊണ്ടിരുന്ന വളരെയധികം ഒരു ചിന്തയിൽ മുഴുകിയതായിട്ടുള്ള നരാധിപനോട് താഴെ കാണുന്ന പ്രകാരത്തിലുള്ള വാക്യം അബ്രവീത് വാക്കുകളെ പറഞ്ഞു എന്ന് പറയാം. എന്താ പറഞ്ഞു നോക്കും. യൂണിറ്റ് 2 33 പേജിൽ വിദ്രോഹം മഹാപ്രാജ്ഞ സംപ്രാപ്തസ്തവ ശാസനാത് യതി കിഞ്ചന കർത്തവ്യം അയം അസ്മി പ്രസാദി മാം. വിദ്രോഹം മഹാപ്രാജ്ഞ സംപ്രാപ്തസ്തവ ശാസനാത് കിം യതി കിഞ്ചന കർത്തവ്യം അയം അസ്മി പ്രസാദി മാം. മഹാപ്രാജ്ഞ വിദുര അയം തവ ശാസനാത്. മഹാപ്രാജ്ഞ എന്ന് അദ്ദേഹത്തിന് സംബോധന ചെയ്യാണ്. വിദുരര് അദ്ദേഹത്തിന് സംബോധന ചെയ്യാണ്. ധൃതരാഷ്ട്ര സംബോധന ചെയ്തിട്ട് പറയാണ്, വിദുര അഹം തവ ശാസനാത് സംപ്രാപ്ത. വിദുരനായിട്ടുള്ള ഞാൻ അവിടുത്തെ ശാസനമുണ്ട്, അവിടുത്തെ ആജ്ഞപ്രകാരം വന്നെത്തി ഇവിടെ അവിടുത്തെ അടുത്തുണ്ട് എന്നർത്ഥം. യതി കിഞ്ചന കർത്തവ്യം തരിഹി, എന്താണ് ചെയ്യേണ്ടത്, എന്നാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ അയം അസ്മി, ഇതാ ഞാനിവിടെ ഉണ്ട്. അയം അസ്മി, ഇതാ ഞാനിവിടെ ഉപസ്ഥിതനാണ്, അവിടുത്തെ അടുത്ത് ഇരിക്കുകയാണ്. മാം പ്രസാദി, എന്നോട് ആജ്ഞാപിച്ചാലും കൽപ്പിച്ചാലും എന്ന് ശ്ലോകത്തിന്റെ അർത്ഥം. അടുത്ത ശ്ലോകം കൂടെ നോക്കുകയാണെങ്കിൽ സഞ്ജയോ വിദുരപ്രാജ്ഞോ ഗർഹയിത്വാച മാം ഗത അജാതശത്രോ ശോ വാക്യം സഭാമധ്യേ സ വക്ഷ്യതി. എന്നിട്ട് പറയാണ്, ഹേ വിദുര, അല്ലയോ വിദുര, പ്രാജ്ഞ സഞ്ജയ ച മാം ഗർഹയിത്വാ ഗത. പ്രാജ്ഞനായുണ്ട്, വളരെയധികം ബുദ്ധിമാനായിട്ടുള്ള എൻ്റെ മന്ത്രിയായിട്ടുള്ള ഹേ വിദുര, മമ സജീവ മനീഷി സഞ്ജയ മാം വിനിന്ദ്യഗത. എൻ്റെ മന്ത്രിയായിട്ടുള്ള പ്രാജ്ഞനും എൻ്റെ മന്ത്രി എന്നവിടെ പറയുന്നില്ല, എൻ്റെ മന്ത്രിയായിട്ടുള്ള പ്രാജ്ഞനായ വളരെയധികം അറിവുള്ള ആളായ സഞ്ജയൻ എന്നെ നിന്ദിച്ചിട്ട് പോയിട്ടുണ്ട്. സഭാമധ്യേ, അദ്ദേഹം നാളെ സഭാമധ്യത്തിൽ അജാതശത്രോഹ വാക്യം ഭക്ഷ്യതി. അയാൾ നാളെ നമ്മുടെ സഭയിൽ വന്നിട്ട് എല്ലാവരും കൂടി ധൃതരാഷ്ട്രനോട് സ്വകാര്യമൊന്നും പറയുന്നില്ല, ഞാൻ ഇവിടെ ഒന്നായിട്ട് സഭയിൽ വന്നിട്ട് പറയാനുള്ള കാര്യം, അദ്ദേഹം മറ്റേ ധർമ്മപുത്ര യുധിഷ്ഠിരൻ എന്താന്ന് പറഞ്ഞ, അജാതശത്രു എന്ന് പറഞ്ഞാൽ യുധിഷ്ഠിരനാണ്. ശത്രുവായിട്ട് ഒരാൾ ഉണ്ടാവാത്ത ആളാണ് അജാതശത്രു. അദ്ദേഹം എന്താ പറഞ്ഞതെന്നുള്ളത് ഞാൻ ഇവിടെ വന്നിട്ട് നാളെ പറഞ്ഞോളാന്ന് പറയാം. ഓക്കെ.